ചിലപ്പോൾ ഡാനീഷ് സ്ട്രീക്സിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. ജീവിതത്തിൽ കാണിക്കുന്നതൊക്കെ എല്ലാരും പറയുന്നതാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിനെ ആശ്രയിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് വെറുതെ കളയാൻ വേണ്ടി കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റിയേക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. ഡാനി ഡേയ്സ് എന്ന് പറയുന്ന ചാനലിനകത്തോടെ റീസെന്റ് 2 വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോ കാണാം. ചിലപ്പോൾ ഡാനീഷ് സ്ട്രീക്സിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. അവരുടെ ലൈഫിൽ നോർമൽ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് സത്യമാണ്. ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് കൊമ്പൊന്നുമില്ല. റിയൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്നത് അത് സത്യമാണ്. ചേച്ചി പറ, ചേച്ചിയുടെ പ്രശ്നം എന്താണ് അത് പറയൂ. ഒരുപാട് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. യു ആർ ദ ലക്കിയസ്റ്റ് വൈഫ്, ഇത്രയും ഭാഗ്യം ചെയ്ത വേറെ കുട്ടിയില്ല, എന്ത് ഭാഗ്യവതിയാണ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന അത് മാത്രമാണോ ഒരു ഹസ്ബൻഡിന്റെ ക്വാളിറ്റി? അല്ല, ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്നത് മാത്രമല്ല ഹസ്ബൻഡിന്റെ ക്വാളിറ്റി. പിന്നെ എന്തൊക്കെയാണ് ഹസ്ബൻഡിന്റെ ക്വാളിറ്റീസ്? പറയൂ. എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ് പറയൂ. ഇപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഏട്ടൻ അത്രയ്ക്ക് അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുക. ഓ മൈ ഗോഡ്, ചേച്ചിയുടെ ഹസ്ബൻഡ് അത്രയ്ക്ക് അഗ്രസീവ്, ഒരു കലിപ്പനാണെന്നുള്ളതാണ് സുഹൃത്തുക്കൾ ഇവിടെ പറയുന്നത്. ഒരു കലിപ്പനാണ് ആ ഹസ്ബൻഡ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഷോപ്പിലെ പ്രഷറാണോ, പിന്നെ ഈ ഷോപ്പൊക്കെ റണ്ണായി വരുന്നതിൻ്റെ ആണോ, ടയർഡ്നെസ്സിൻ്റെ ആണോ, എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും നമ്മളിത് സംസാരിക്കാൻ ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് എൻ്റെ മണ്ടയ്ക്കാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഭയങ്കര കാമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എൻ്റെ ഫീലിങ്സ് എനിക്ക് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നതോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തല്ലേ. ഓഫ് കോഴ്സ്, ആ ഫീലിങ്സ് ഒക്കെ ഹസ്ബൻഡിന്റെ അടുത്താണ് കാണിക്കേണ്ടത്. പറയൂ, ബാക്കി പറയൂ. എനിക്ക് പേടിച്ചിട്ട് എൻ്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് എൻ്റെ മനസ്സിനുള്ളിൽ തന്നെ ഇട്ടേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ദേഷ്യം കാണിക്കാൻ ആരുമില്ല. ചേച്ചിക്ക് ഫീലിങ്സ് കാണിക്കാനെ കൊണ്ട് ആരും ഇല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ്. ആ ദേഷ്യമൊക്കെ ഇനി ആരുടെ അടുത്താ പോയി കാണിക്കുക? വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പരിഭവം പറയാൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഞാൻ അതിങ്ങനെ മനസ്സിനടച്ച് അകത്തിട്ടിങ്ങനെ കൂട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഏട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ ഉള്ളിൽ കൂട്ടിക്കെട്ടി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കെട്ടഴിച്ച് പുറത്തോട്ട് വിടൂ. ചേട്ടനും ഇങ്ങനെ ആയിരുന്നില്ല, ചേച്ചി ഇങ്ങനെ ആയിരുന്നില്ല. പിന്നെ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? വ്യക്തമാക്കൂ. ഇതാണ് എന്നൊന്നും എനിക്ക് ഈവൻ എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നുവാണ് ഓരോന്ന്. ഈ വിളയാണോ, ഈവൻ അതെനിക്ക് പറയണമെന്ന് എനിക്ക് ബ്ലാക്ക് മാജിക് ആണോ, ചിലപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവരാണോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഇതൊക്കെയാണ്. എനിക്ക് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു കൺസേൺസും ഒരു ഹാപ്പിനെസ്സും ഒന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്വയം സഫർ ചെയ്ത് മുന്നോട്ട് പോകണോ എന്ന് ഉള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ്. വേണ്ട, അരുത്. അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കരുത്. അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നയിക്കരുത്. ഡിവോഴ്സ് പേപ്പർ അങ്ങോട്ട് എഴുതി ഒപ്പിട്ടങ്ങോട്ട് കൊടുക്കും. പിന്നെ അല്ല, ഞാൻ ഏട്ടൻ്റെ അടുത്ത് നിൽക്കുന്നതിനും കൂടുതൽ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അവിടെ എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ ഇങ്ങനെ ഉള്ളിലൊതുക്കി എനിക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കൊന്ന് ചോദിക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ ഈ സൗന്ദര്യ പണിക്കൊക്കെ ഇല്ലേ, അതുപോലും എനിക്ക് പറ്റുന്നില്ല. അതുപോലും ചെയ്യുമ്പോഴത്തേക്ക് ഏട്ടൻ എനിക്കൊരു ദേഷ്യപ്പെടുന്ന എക്സ്ട്രീം അങ്ങ് ഇതായിട്ടാണ്. എന്ത് ഹസ്ബൻഡ് നിങ്ങൾ ഇങ്ങനെ ഇത്ര എക്സ്ട്രീം ലെവലാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഒരു മര്യാദക്കൊക്കെ ഒന്ന് പെരുമാറിക്കൂടെ? ആ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കാട്ടോ. ചില സമയത്ത് ഞാൻ ആലോചിക്കും, ഓക്കെ, പിന്നെ പ്രഷർ കൊണ്ടായിരിക്കും, ഇങ്ങനെ ഷോപ്പിലെ കാര്യങ്ങളും തിരക്കുകളും കൊണ്ടായിരിക്കും, പിന്നെ ലേറ്റ് നൈറ്റ് ആണല്ലോ ഷോപ്പൊക്കെ അടച്ചിട്ട് വരുന്നത്, അപ്പം ഉറക്കം ഒക്കെ ആവാത്തോണ്ടായിരിക്കും. പക്ഷേ ഒരു തവണയെങ്കിലും ഞാനപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന എഫേർട്ടിനും അങ്ങോട്ട് ഏട്ടനെ കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഒരു 10-1 ഏട്ടൻ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്ന് എനിക്കൊരാഗ്രഹം കാണത്തില്ലേ? അല്ലെങ്കിൽ എനിക്ക് ഒരിത് കാണത്തില്ലേ? ഏട്ടൻ ഇങ്ങനെ മാറിയെന്ന് എനിക്ക് അങ്ങോട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എന്നെ കുറേ നാളായി. അത് പാവടാ, മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് ഒത്തിരി നാളായി. ആരെങ്കിലും ഒന്ന് ഇക്കിളിട്ട് കൊടുക്കുവോ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, എന്നെ അത്ര അറിയാവുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടായിരിക്കും.
എനിക്ക് ആരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. മനസ്സൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ഭാരം ഇങ്ങനെ പേറിക്കൊണ്ട് നടക്കാതെ ആ മനസ്സിൻ്റെ ആ കവാടം തുറന്ന് ആ പ്രശ്നങ്ങളെല്ലാം വെളിയിലോട്ട് തള്ളുക, അത്രയേ ഉള്ളൂ. എൻ്റെ മക്കൾ വലുതായിരുന്നെങ്കിൽ അവരുടെ അടുത്തെങ്കിലും സംസാരിക്കാൻ. എനിക്ക് ഫ്രീ ആയിട്ട് എങ്ങും പോകാൻ പറ്റുന്നില്ല. ഒന്നിനും എൻ്റെതായ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും പറ്റുന്നില്ല എനിക്ക്. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഏട്ടൻ്റെ സൈഡിൽ നിന്നും ഏട്ടൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഏട്ടനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അല്ലാതെ ഏട്ടൻ്റെ ഡയറക്റ്റായിട്ട് പറയുന്ന ഏട്ടൻ കേൾക്കുന്നില്ല. ഇങ്ങനെയെങ്കിലും ഏട്ടൻ കേൾക്കട്ടെ. ആ ഏട്ടൻ കേൾക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ഞാനിത് യൂട്യൂബിലിടുന്ന് പറയാനെ കൊണ്ട് അത്രത്തോളം സഹിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് സുഹൃത്തുക്കളെ ഈ ചേച്ചി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഇത് ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതുവരെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അവിടെ ഭർത്താക്കന്മാരെ ഫ്ലാറ്റ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അനർഘ നിർഗളമായിട്ടുള്ള വികാരങ്ങളെ പുറത്തോട്ട് പ്രകടിപ്പിക്കാനെ കൊണ്ട് പറ്റിയ ഒരു മാർഗമാണിത്, അല്ലേ? പക്ഷെ ചേച്ചിക്ക് മറ്റെന്തോ കൂടി പറയാനുണ്ട്, നമുക്കതുകൂടെ കേൾക്കാം. ഗൈസ്, ഇത് കേട്ട് നിങ്ങൾ വിശ്വസിച്ചോ? ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ആഗ്രഹം. അതെ, തൻ്റെ സ്വന്തം ഭർത്താവ് ഒരു ടോക്സിക് അഗ്രസീവ് ആയിട്ടുള്ള ഒരു കുലകുത്തിയാണെന്ന് നാട്ടുകാരെ വിശ്വസിക്കണം എന്നുള്ളതാണ് ചേച്ചിയുടെ ആഗ്രഹം. അത്രേ ഉള്ളൂ. ഇതാണ് ഉത്തമയായിട്ടുള്ള മാതൃകയാക്കേണ്ടുന്ന ഒരു പത്നി. ബാക്കി പറഞ്ഞാട്ടെ. കാരണം എന്റെ വലിയൊരു ആഗ്രഹമാണ് എന്റെ സേട്ടൻ എനിക്ക് പ്രാങ്ക് കൊടുക്കണം, ഒന്ന് ഞെട്ടിപ്പിക്കണം എന്നൊക്കെ. ഗൈസ്, ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. ഓ മൈ ഗോഡ്, പ്രാങ്ക് വീഡിയോ. നമുക്ക് ബാക്കി കാണാം. ഏട്ടന് കൊടുക്കുന്ന പ്രാങ്കുകളൊന്നും ഏട്ടൻ ഏൽക്കാറേയില്ല. അപ്പം ഇത് ഞാൻ എന്തായാലും ഏട്ടൻ അയച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ പറയാൻ പോവാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഏട്ടൻ ഞെട്ടും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഏട്ടൻ്റെ പറയുന്നുണ്ടായിരുന്നു ഈ ഷോപ്പിലേക്ക് പ്രഷർ കാരണം ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. പിന്നെ ഞാൻ പറയാറുണ്ട് എന്നും എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കുറച്ച് സമയം ഇത് ചെയ്യണമെന്ന്. അതിപ്പം ഇപ്പോൾ തുടങ്ങി തന്നിട്ടുണ്ട്. കാരണം ഇച്ചിരി ലേറ്റ് നൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് ഉറക്കം വരും. അപ്പോൾ കിടന്ന് ഉറങ്ങിയാണ് ചെയ്യുന്നത്. അതെ, പുള്ളി ഇത്ര ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം വരുമ്പോഴത്തേക്ക് നേരെ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറങ്ങല്ലാതെ പിന്നെ വേറെ എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയിട്ട് വരുമ്പോൾ ഞാനിപ്പോൾ എന്നൊന്നും ഷോപ്പിൽ പാടില്ല. അപ്പം പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് സംസാരിച്ചിട്ട് ഇറങ്ങാനോളാം. അത് പറ, സംസാരിച്ചിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ ഒന്നും നേരെ കിടന്നുറങ്ങാൻ പറ്റൂല, സംസാരിച്ചിട്ട് കിടക്കണം. ചേട്ടനൊരു സംസാരപ്രിയനല്ല കേട്ടോ ഗൈസ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് വിശ്വസിക്കും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യ, കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടേക്കല്ലേ, പിന്നെ എങ്ങനെ കമന്റ് ചെയ്യണേ? ഞങ്ങള് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു ഗൈസ്, നിങ്ങൾ വിശ്വസിച്ചില്ല ഗൈസ്. ചേച്ചിയുടെ ഭർത്താവ് ഒരു സംസാരപ്രിയനല്ല ഗൈസ്. രാത്രി വരുമ്പോഴത്തേക്കിന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങാണ്. ചേച്ചിക്കും ആഗ്രഹമില്ലേ പുള്ളി കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരിക്കണമെന്നുള്ളത്, അല്ലേ? അങ്ങനെ സംസാരിക്കാനെ കൊണ്ട് ഏട്ടൻ കൂട്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഈ വീഡിയോ ചേട്ടൻ അയച്ചു കൊടുത്തതിന് ശേഷം ചേട്ടൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ട്. പുള്ളി എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പുള്ളിക്കാരി രണ്ടാമതൊരു വിട്ടിട്ടുണ്ട്. നമുക്കിനി അത് കാണാം സുഹൃത്തുക്കളെ. ഏട്ടൻ എന്നെ വിളിച്ചിട്ട് ഇപ്പം എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഈ ഒരു ഫോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫോണിലാണ് ഏട്ടൻ വിളിക്കുന്നത്, ഈ ഫോണിലാണ് ഏട്ടൻ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചാൽ മതി. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ റെഡിയായി നിൽക്ക്, നമുക്ക് സംസാരിച്ചിട്ട് നമുക്കങ്ങ് വീട്ടിൽ പോകാം, അതായത് ഏട്ടൻ്റെ വീട്ടിൽ പോകാനാണ് പറഞ്ഞത്. അതാണ് അവിടെ സംസാരിച്ചിട്ട് പോയാൽ മതി, അല്ലേ? രാത്രി ഉള്ള സംസാരം നേരത്തെ കിടക്കുന്നതിന് മുന്നേ സംസാരിക്കണം. അതിന് മുന്നേ ഉള്ള രീതിയിൽ പുള്ളിയാക്കി നോ വറീസ്. ബാക്കി കേൾക്കാം. സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താ നീ വീഡിയോയിൽ പറഞ്ഞു വെച്ചേക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്. എന്നിട്ട് ഞാൻ പക്ഷെ അതിനൊന്നും മറുപടി കൊടുത്തില്ല. ആദ്യം 2 തവണ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പിന്നെ 3ാമത്തെ തവണ ഞാൻ കോൾ തന്നെ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊക്കെ തോന്നി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏട്ടൻ എന്തായാലും എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരും, അരൂർ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വരും. പക്ഷേ ഞാൻ റെഡിയായി, ഒരുപാടൊന്നും റെഡി ആവുന്നില്ല. അപ്പോൾ വിചാരിക്കും നാച്ചുറൽ അല്ലെന്ന് ഫീൽ ചെയ്താലും, അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വരും കേട്ടോ. അതെ ഗൈസ്, ഇനി നാച്ചുറൽ ആയിട്ടുണ്ടല്ല എന്താണെങ്കിലും പുള്ളി വന്നതിന് ശേഷം ഒളിക്യാമറ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു പ്രാങ്ക് വീഡിയോ ഇനി അടുത്തത് പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വന്നിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാണാം. എന്താ പറയാനായിട്ട് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ കേൾക്കത്തില്ല. എനിക്ക് കേൾക്കാൻ പോലും ഷോപ്പിലല്ലേ പിന്നെന്താ ചെയ്യാൻ? അങ്ങനൊന്നുമല്ല. എത്രയോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ബിസി തന്നെയാണ്. ആവശ്യമില്ല ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓവർ തിങ്ക് ഒന്നും ചെയ്തതല്ല. സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ വരുമ്പോഴത്തേക്കെല്ലാം സംസാരിക്കുന്നുണ്ടല്ലോ. എപ്പോ സംസാരിക്കുന്നു? എന്തൊക്കെ പറഞ്ഞേക്കുന്ന വീഡിയോയിൽ എപ്പോ സംസാരിക്കുന്നത്? എനിക്ക് ഈ ചോദ്യത്തിന് എനിക്ക് ആൻസർ വേണം. എനിക്ക് എന്റെ ഹസ്ബൻഡിനെ അങ്ങോട്ട് പെരുത്ത് കയറി വരണുണ്ട്, കൈയൊക്കെ അങ്ങോട്ട് തരിക്കണുണ്ട്. സംസാരിക്കുന്നുണ്ട് എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. എപ്പോ സംസാരിച്ചാലും ഇങ്ങനെ ഏട്ടൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് ആ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് മസിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ശരിക്കും ഒരു വലിയ തമാശയല്ല.
അത് തമാശയല്ല. ഉടനെ പുള്ളി മസിലൊക്കെ കാണിച്ചിട്ട് എന്റെ മസിലിന്റെ ഇട വെച്ച് ഞാൻ നിന്നെ അമുക്കും എന്ന് പറയുന്ന പോലെ പുള്ളി എന്ത് കാണിക്കുന്നേ? ദേഷ്യം ഞാൻ മാറ്റം നോക്കുന്നുണ്ട് മാക്സിമം. എന്തോ ദേഷ്യം മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം വരും. ബിസിനസ് അല്ലേ, ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം വരും. എപ്പോഴും ഓക്കെ ആയിരിക്കണമെന്നില്ലല്ലോ ഒരാൾ എപ്പോഴും ഓക്കെ. അപ്പൊ നീ അത് ചോദിച്ച് മനസ്സിലാക്കണം നിന്റെ കടമ. അപ്പൊ നിന്റെ കാര്യം മാത്രം നീ തിങ്ക് ചെയ്യാതിരിക്കരുത്. നിനക്കൊന്നും ഇതായില്ല എന്ന് പറഞ്ഞ് മാത്രം നീ തിങ്ക് ചെയ്യാതിരിക്കരുത്. എന്റെയും കൂടെ കാര്യം തിങ്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബിസിനസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. എനിക്ക് എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യാം. അത് പുള്ളി പറഞ്ഞ ന്യായമാണ്. പുള്ളിയുടെ ഭാഗം കൂടെ ഒന്ന് ചിന്തിക്കണമെന്ന് പുള്ളി കറക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവരുടെ എന്തുകൊണ്ട് ഞാൻ പൊക്കൂടാ ഗംഗേ എന്താ കണ്ടോ? ഇപ്പൊ ആവശ്യമില്ല കാര്യം സംസാരിക്കില്ല കേട്ടോ. പിന്നെ എന്തോ കൈ വെക്കുന്ന കൈവൊക്കെ ഞാൻ തോണ്ടിയതില്ല. ഇങ്ങനെ എനിക്ക് തോന്നാൻ പാടില്ല. ചേച്ചി ചുമ്മാ ആ മസിലിന്റെ ഇടയിൽ വെച്ചിട്ട് അമക്കുവേ. അടിച്ചല്ലേ എനിക്ക് ഒന്നാം കാലം വയ്യ. പിന്നെ തോണ്ടിയ പോസ്റ്റ് ചെയ്യാനേ ജീവിതത്തിൽ കാണിക്കുന്നതൊക്കെ എല്ലാരും പറയും. ജീവിതത്തിൽ എന്തോ കാണിച്ച് ചെയ്യാനെന്തോ പറയുന്നത്. എല്ലാരും ഭയങ്കര കമന്റ് ലക്കിയസ്റ്റ് ഗേൾ ഓഫ് ദ വേൾഡ്. എന്നാ നീ പോയി ഇതോടെ അത് ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ആൾക്കാരത് മാറ്റി പറയുന്നുണ്ട് കേട്ടോ. ഉള്ളത് തന്നെയാണ്, സംസാരിച്ചതല്ല ഉള്ളത് തന്നെയാണ്. ഇത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിനെ ആവശ്യമാക്കി എപ്പോഴത്തെ കണക്കല്ല ഏട്ടാ ഇത്. ഇയാൾക്ക് ആരോഗ്യമുള്ള, ഇയാള് ജിമ്മിലൊക്കെ പോയി ആരോഗ്യമുള്ള ആളല്ലേ? ആര് പറഞ്ഞു? ജിമ്മിലൊക്കെ പോയി കൊറേ വെയിറ്റ് ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിച്ചാലുണ്ടല്ലേ. ഇത്രയൊക്കെ കാണിച്ചിട്ട് വന്നിട്ട് ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത ഇതെന്റെ അടുത്ത് പറയരുത്. ആവശ്യമില്ലാത്ത സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടലും ഇങ്ങനെ തലോടലും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് സംഭവം. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തോ കാര്യം എന്താ പൊളിഞ്ഞ് എനിക്ക് ചിരി വന്ന ഇങ്ങനെ റിയാക്ഷൻ അല്ല പ്രതീക്ഷിച്ചത്. എന്തോ കാര്യം ക്യാമറ എടുത്തിട്ടല്ലേ ചെയ്യുന്നല്ലേ. അതിനാണ് ചെയ്തത്. ഞാൻ ചുമ്മാ പ്രാങ്ക് തരണമെന്ന് മാത്രം വിചാരിച്ചത്. അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ നോക്ക്. ഞാൻ എന്താ ചെയ്ത് എനിക്കറിയില്ല എന്റെ തിരക്കും കാര്യങ്ങളും. ഞാൻ അതിലും പറഞ്ഞതൊക്കെ അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് ഏട്ടായി പറയുന്ന കലിപ്പനാണ്, അഗ്രസീവാണ്, പിന്നെ സംസാരപ്രിയനല്ല. ഇതൊക്കെ നിങ്ങൾ ഉള്ള കാര്യം എന്നത് പറയണേ. എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല, ദേഷ്യം. ഇതൊക്കെ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നത്. എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുടെ വൈഫ്മാരും അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. ആര് പറഞ്ഞു? എല്ലാരും അങ്ങനെയാണ്. എനിക്ക് പല പല ടെൻഷൻസ് ഉണ്ട്, എന്റെ പല പല കാര്യങ്ങളുണ്ട്. അതെല്ലാം മാനേജ് ചെയ്ത് നീയോടാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് പോകേണ്ടത്. മനസ്സിലായോ? നീയോട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിട്ട് വരും. എന്തിനാ എന്റെ അടുത്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞു? വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? പുള്ളി എന്താണെങ്കിൽ ഇതിനകത്ത് പറയുന്ന ന്യായമാണ്. പുള്ളിയുടെ കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം എന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞത് വെറുതെ ഒന്നും അല്ലല്ലോ, ഉള്ളത് തന്നെ അല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവർക്കിടയിലുള്ള പ്രൈവറ്റ് മൊമെന്റ്സ്, ഇവർക്കിടയിൽ മാത്രം നിൽക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രീതിയിൽ കൊണ്ടിട്ടേക്കുന്നത്. എൻ്റെ പൊന്നി അജി, കുടുംബം വെച്ച് ഇമാതിരി പ്രാങ്ക് പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതുപോലെ കുറേ പേര് പ്രാങ്ക് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് അവസാനം രണ്ടെണ്ണം കൂടെ രണ്ട് വഴിക്കായിട്ട് പോയേക്കുന്ന കുറേ ചരിത്രങ്ങളുണ്ട് ഇവിടെ യൂട്യൂബിൻ്റെ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ചരിത്രത്തിൽ. ഓക്കെ, ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ കാണാം. പറ്റിച്ചൊന്നുമില്ല ഏട്ടൻ, എനിക്ക് ഒന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ ഇനി ഞാൻ ദേഷ്യപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് ആ ഐഡിയ പിന്നെ എന്തിനാണ് എന്തോ ഇംപ്ലാന്റ് ചെയ്തു, അങ്ങനെയല്ലേ പറയുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തതാണ്. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇനി മുതൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല, നിന്റെ അടുത്ത് ഇപ്പൊ കാമായിട്ടേ സംസാരിക്കൂ. പക്ഷെ ഇടയ്ക്ക് മുഖമൊക്കെ മാറി കേട്ടോ. എന്തായാലും പിന്നെ എന്താ, പക്ഷെ ഞാൻ വിചാരിച്ചു ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും. സത്യം പറയാലോ, അതാണ് അടിക്കും. അബ്സല്യൂട്ട് ചിഞ്ചുറാണി, സീരിയസ്ലി പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ചിഞ്ചുറാണിയാണ് സുഹൃത്തുക്കളെ ഇത്. ഇവിടെ എന്തോന്നടേ ഇത്, ഈ ഫാമിലി വ്ലോഗേഴ്സിലെ ഒട്ടുമിക്ക ആൾക്കാർ ഇത്തരത്തിൽ ചിഞ്ചുറാണിയായിട്ട് പലപ്പോഴും മാറാറുണ്ട്. സ്വന്തം കുടുംബം വിറ്റിട്ട് ഇമാതിരി പരിപാടിയൊക്കെ അടിക്കുന്ന ആൾക്കാരെല്ലാവരും മനസ്സിലാക്കുക, ഇതൊരു കൈവിട്ട കളിയാണ്. സീരിയസ്ലി പ്രാങ്ക് പേരിലാണെങ്കിലും സ്വന്തം കുടുംബം വെച്ചിട്ട് നിങ്ങൾക്കിടയിലുള്ള പ്രൈവറ്റ് മൊമെന്റ്സ് ഈ സംഭവം വെച്ചിട്ട് കാണിക്കുന്ന ഈ പരിപാടികളൊക്കെ കൈവിട്ട കളിയാണെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ പൂരത്തെറി വിളിക്കുന്നത്.
ഫസ്റ്റ് വീഡിയോക്കകത്തിലെ കമന്റ് സെക്ഷൻ ലാസ്റ്റ് അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ആൾക്കാർ നല്ല പറഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ നോക്കാൻ നേരം കുറേ ആൾക്കാർ നല്ല പറ്റി വർത്താനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നോക്കിയപ്പോഴത്തേക്കും ഇതെല്ലാം കമന്റ് എല്ലാം എഴുതി റിമൂവ് ആക്കി പോകേണ്ടെന്നൊരു അവസ്ഥയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യണം എല്ലാവരും. അതൊന്നും മോശമായിട്ടെന്ന് പറഞ്ഞല്ല, ഡിലീറ്റ് ചെയ്യുന്ന അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എങ്കിലും പറഞ്ഞാണ് ഇപ്പൊ അത് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. ചിഞ്ചുറാണി ആവല്ലേ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി.